ഒരു പ്രദേശമാകെ തീ വിഴുങ്ങിയ നിലയിലാണ്. ഇന്നലെ 3 മണിയോടുകൂടിയാണ് ഈ എരഞ്ഞോളിയിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇതൊരു ആക്രി ശേഖരമാണ്. അപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക്കിന്റെ റീസൈക്ലിംഗ് യൂണിറ്റ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ പുക ഉയരുന്നത് കണ്ട് ഇതിൻ്റെ ഉള്ളിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ഇറങ്ങി ഓടി കയ്യിൽ കിട്ടിയ സാധനങ്ങളുമായി അവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ഒരു പുകയുണ്ടായി, പിന്നീട് അത് വലിയ തീയായി മാറി. ആക്രി ശേഖരങ്ങളാണ് പൂർണ്ണമായി ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ കത്തി നശിച്ച നിലയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ നിന്നും ആക്രി വസ്തുക്കൾ ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്നില്ല. അത് ഇവിടെ തന്നെ ഇങ്ങനെ ശേഖരിച്ചു വെച്ചു. ഇവിടെ നിന്നും മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതാണ്. പക്ഷെ അത് ചെയ്തില്ല എന്നതാണ് പ്രധാനമായും വിലയിരുത്തുന്നത്. കാരണം അതുകൊണ്ട് തന്നെ വലിയ അളവിൽ ആക്രി വസ്തുക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ കത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും തീ കെടുത്താൻ കഴിഞ്ഞിട്ടില്ല. തീ കെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് തീ ഇറങ്ങി അങ്ങനെ പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായും തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരിയിൽ നിന്ന് മാത്രമല്ല, കൂത്തുപറമ്പ്, പാനൂര്, മാഹി തുടങ്ങിയ ഇടങ്ങളിൽ നിന്നടക്കം ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തീവ്ര പരിശ്രമം നടത്തുന്നുണ്ട്. ഈ തൊട്ടടുത്ത് ആൾതാമസമൊന്നുമില്ല, അല്ലെങ്കിൽ ജനവാസം ഉള്ള മേഖലയല്ല. പക്ഷേ തൊട്ട അപ്പുറത്തെ വശങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ വീടുകളും മറ്റുമുണ്ട്. തലശ്ശേരി ടൗൺ ഒരു വശത്തുണ്ട്. അവിടേക്കൊക്കെ ഈ പുക എത്തുന്നു എന്നതാണ്. ഇത് പ്ലാസ്റ്റിക്കാണ് കത്തുന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായി സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മുടെ ഫയർഫോഴ്സിന്റെ ആളുകൾ, സിവിൽ ഡിഫൻസിന്റെ ആളുകളൊക്കെ തന്നെ വലിയ രീതിയിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അവർ പരമാവധി തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം നടത്തുന്നുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങാതെ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ എന്നിട്ടും പുക ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും അവർ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ചുള്ള വ്യക്തത ഇതുവരെയും ഉണ്ടായിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കുമെന്നതാണ് ഫയർ ഓഫീസർമാരൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ അടുത്തിടെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായ ഏറ്റവും വലിയ തീപിടുത്തമാണ്. അതിപ്പോഴും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല പൂർണ്ണമായും എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക. ഒപ്പം തന്നെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും എന്നുകൂടി ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പും നൽകുന്നുണ്ട്. തലശ്ശേരിയിൽ നിന്നും വിനോദ് മൊറായ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.